പകുതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണന്റെ കൊച്ചി കടവന്ത്ര ഓഫീസിൽ നിന്ന് ഇടപാടുകാരുടെ രേഖകൾ പിടിച്ചെടുത്തു. അനന്തുവിന് പണം നൽകിയവരുടെ വിവരങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണമിടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ഓഫീസുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ എന്തൊക്കെ രേഖകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്? ഇനി എവിടെയൊക്കെയാണ് പരിശോധന നടത്താനിരിക്കുന്നത്? ലക്ഷ്മി പത്മ, ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്ത ശേഷം ഇന്നലെയാണ് ആദ്യമായി പരിശോധന ആരംഭിച്ചത്. പരിശോധന കടവന്ത്രയിലെ ഓഫീസിലായിരുന്നു. കടവന്ത്രയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഇടപാടുകാരുടെ രേഖകളടക്കം ഈ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അനന്തകൃഷ്ണന് പണം നൽകിയ ആളുകളുടെ രേഖകളടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണമിടപാടുകൾ നടന്നതായും ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ നടത്തിയിട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അനന്തകൃഷ്ണന്റെ കൂടുതൽ ഓഫീസുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ അനന്തകൃഷ്ണനെതിരെ നിരവധി പരാതികൾ സംസ്ഥാനത്താകമാനം ലഭിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രമേ ഇതിനോടകം 3000-ലധികം പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത് ഇതെല്ലാം ഓരോ കേസുകളും പ്രത്യേകമല്ല, പകരം എല്ലാം ഓരോ സൊസൈറ്റിക്ക് കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ FIRകളുടെ എണ്ണം കുറവാണെങ്കിലും പരാതികളുടെ എണ്ണം ഏറി വരുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ സ്റ്റേഷനുകളിലും 1-2 പരാതികൾ കുറഞ്ഞതെങ്കിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഈ പരാതികളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ആനന്ദ് കുമാറുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ആനന്ദ് കുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു പോകുന്നുണ്ടെങ്കിലും ആരെയും ഇപ്പോൾ വിളിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കും ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.